24 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. 24 ഇഞ്ച് ലെങ്ത്തിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ലെങ്ത് 24, വീതി 5 ഇഞ്ച്. ഓക്കെ, ഇതിനെ മാറ്റി വെക്കാം. 1 ഇഞ്ചിന്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ. 16 ഇഞ്ച് ലെങ്ത്. പിന്നെ ബാലൻസ് വന്ന നെറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എത്രയുണ്ട് ഞാൻ നോക്കിയില്ല, കിട്ടിയത് അങ്ങനെയാണ് എടുത്തു കേട്ടോ. ഇതിന്റെ വീതി വന്നിട്ട് 5 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുത്തിട്ട് 5 ഇഞ്ച് വീതി. അപ്പോൾ ഇത് മൂന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു പാർട്ട് നല്ല ഭാഗം വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമൽ സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഇതിനെ മറിച്ചിടാം. കണ്ടോ, ഇപ്പോൾ നല്ല ഭാഗം പുറത്തേക്ക് വരും. ഇനി മുഴുവനായിട്ടും മറിച്ചിട്ടെടുക്കാം. ഇനി ഇത് മുഴുവനായിട്ട് മറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരണം കേട്ടോ. ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കണം. വെച്ചതിന് ശേഷം നമ്മുടെ എലാസ്റ്റിക് ഇങ്ങനെ വെക്കട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയും ഇവിടുന്ന് ഇപ്പുറത്തെ ഈ ഒരു അറ്റത്തേക്ക് വരെ സ്റ്റിച്ച് ചെയ്യാം. എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക്കിൻ്റെ 2 സൈഡിലായിട്ട്, അല്ലെങ്കിൽ എളുപ്പത്തിന് നിങ്ങൾ ജസ്റ്റ് എലാസ്റ്റിക് വെച്ചിട്ട് ഒരു വര ഇങ്ങനെ വരച്ചിട്ട് ആ വരയിലൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. 2 സൈഡിലും അതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടോ. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ഒരു പിൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കാം. എലാസ്റ്റിക്കിന് ഈ ഒരു തുണിയുടെ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇവിടെയാണ് എലാസ്റ്റിക് ഉള്ളത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എലാസ്റ്റിക് നീങ്ങി പോകാൻ പാടില്ല. 2 സ്റ്റിച്ച് ചെയ്യാം, കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്യാം. ഓക്കെ, നമ്മൾ എലാസ്റ്റിക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റം പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കട്ടോ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ചുരുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ സെറ്റായി വരും. അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഗത്തും ഒരേപോലെ വരും കേട്ടോ. ഇനി ഈ 2 ഭാഗവും ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വെക്കാം. ഈ ഒരു ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നത് ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ എക്സ്ട്രാ വരുന്നതിനെ ഇവിടേക്ക് വെക്കാം. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹെയർ ബാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്യാം. ഇനി ഇത് വന്നിട്ട് തലയുടെ ബേക്കിൻ്റെ ഭാഗത്ത് ആവുന്ന രീതിയിൽ വെക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫ്ലവർ ഇവിടെ വെക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി, എന്താ വേറെ എവിടെ ഒരു ഒന്ന് മോശമായിട്ട് കാണാൻ മോശമായി നല്ല ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊന്നും കാണില്ല. അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഇതിലേക്ക് തുന്നി വെക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തുന്നി വെക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞെടുപ്പിനുള്ള കുഞ്ഞ് ഹെയർ ബാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഹെയർ ബാൻഡിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ്. പെട്ടെന്ന് കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ സെൻറ്ററിലൂടെ പുറത്തെടുക്കുന്നത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.